എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. ചെറുപയർ പരിപ്പ് പായസം. നമുക്ക് വളരെ പെട്ടെന്ന് നല്ല സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഓണം സീരീസിലെ അവസാനത്തെ റെസിപ്പിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി റെസിപ്പീസ് ചെയ്യാനുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഓണം ആശംസകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പായസം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു എമൗണ്ടേ കാണിക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. ആ സമയം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വല്ലാതെ അങ്ങോട്ട് നിറം മാറാൻ നിൽക്കണ്ട, അപ്പോൾ ഇത് കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ചൂടൊക്കെ ഇവിടെ ആറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്കാണ് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ വിസിലിട്ട് അടച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വല്ലാതെ ഉടഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ 5-6 വിസിൽ കൊടുക്കാം. ഞാനിപ്പോൾ വല്ലാതെ അങ്ങോട്ട് ഉടച്ചെടുക്കുന്നില്ല. നമുക്ക് ചെറുതായിട്ട് പരിപ്പ് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം നോക്കാം. അപ്പോൾ അതവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു. ഇതിനകത്ത് പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാണ് ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ ശർക്കര പാനിയിൽ പരിപ്പ് കിടന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ദാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് രണ്ടാം പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് പിഴിഞ്ഞ് പാലെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാലാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഈ സമയം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വറുത്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും വറുത്തിട്ട് ചേർത്താം. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണിത് ഓഫ് ചെയ്ത് വെക്കുന്നത്. കാരണം പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു ലൂസ് പാകത്തിന് ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും തണുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പരിപ്പ് പായസം. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്